ഡിപ്രഷൻ എൻ്റെ DM-ൽ ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട്, ചേട്ടാ ഞാൻ ഇന്ന് ഭയങ്കര ഡിപ്രസ്ഡ് ആണ്, എന്താ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ കാര്യം തിരക്കും. അപ്പം കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഇന്നത്തെ പ്രിയപ്പെട്ട ഫ്രണ്ട് എന്നെ വിളിച്ചില്ല, അതുകൊണ്ട് ഞാൻ ഭയങ്കര ഡിപ്രസ്ഡ് ആണ്. അതേപോലെ ഇന്നൊരു മൂവിക്ക് പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ ഇന്ന് മൂവിക്ക് ആരും വന്നില്ല, അതുകൊണ്ട് ഞാൻ ഭയങ്കര ഡിപ്രസ്ഡ് ആണെന്നൊക്കെ. പക്ഷെ ഈ ഒരു കാലത്ത് കുറെ ആൾക്കാർക്ക് അറിഞ്ഞുകൂടാ എന്താണ് ഡിപ്രഷൻ എന്നോ ഡിപ്രഷന്റെ റിയൽ മീനിങ് എന്താണെന്നൊന്നും അറിഞ്ഞുകൂടാ. എന്തായാലും അത് ഞാൻ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഈ പറഞ്ഞ കാരണങ്ങളൊന്നും ഡിപ്രഷൻ അല്ല, അതാണെങ്കിൽ ഡീപ്പായിട്ടുള്ള സാഡ്നെസ് ആണ്. എന്താണ് ഡീപ്പായിട്ടുള്ള സാഡ്നെസ്, എന്താണ് ഡിപ്രഷൻ, വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. വീഡിയോ അവസാനം വരെ കാണാം. ഡീപ്പായിട്ടുള്ള സാഡ്നെസ് എന്ന് പറയുമ്പോൾ ഒരു ഇമോഷൻ ആണ്. നമുക്കിതിനെ ഒരു കൊടുങ്കാറ്റായിട്ട് ഉപമിക്കാം. അതായത് ഇന്ന് ഭയങ്കര സീനാണ്, അതായത് ഭയങ്കര ദേഷ്യവും ഭയങ്കര ഹെവി ഹാർട്ടഡും എല്ലാം ആണ്. പക്ഷെ നാളെ ആവുന്ന സമയത്ത് അതിന്റെ ഇന്റൻസിറ്റി ചെറുതായിട്ടൊന്ന് കുറയും. കുറച്ച് ദിവസം കഴിയുന്ന സമയത്ത് ഭയങ്കര രീതിയിൽ കുറയും, നമ്മൾ കാം ഡൗൺ ആവും. ഇതാണ് ഡീപ്പായിട്ടുള്ള സാഡ്നെസ്സിനെ. എന്നാൽ ഡിപ്രഷൻ അങ്ങനെയല്ല. ഡിപ്രഷൻ ഒരു ഇമോഷൻ ഉപരി നമുക്കിതിനെ ഒരു ക്ലൈമറ്റ് ആയിട്ട് ഉപമിക്കാം. ക്ലൈമറ്റ് എന്ന് പറയുമ്പോൾ ക്ലൈമറ്റ് ഇങ്ങനെ തന്നെ നിൽക്കും, ഭയങ്കര ഹെവി ഹാർട്ടഡ് ആയിട്ടും. അതേപോലെ നമുക്ക് ഈവൻ നല്ലൊരു ഫുഡ്, നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നില്ല. അതേപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട സിനിമ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചിരിക്കാൻ തോന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ ചിലപ്പം ആഴ്ചകളോളം, ചിലപ്പം മാസങ്ങളോളം നിൽക്കും. ഈ ഒരു സംഭവം നമ്മുടെ പ്രൊഡക്ടിവിറ്റിയും നമ്മുടെ ഡെയിലി റുട്ടീനെ അഫക്ട് ചെയ്യും. ഇതാണ് ഡിപ്രഷൻ. ഇങ്ങനെയാണ് ഡിപ്രഷനെ ഇതിനെ വേർതിരിച്ച് കാണേണ്ടത്. ഇങ്ങനെയാണ് ഡിപ്രഷൻ നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. പിന്നെ ഇതിലൊരു ട്രിക്കി പാർട്ട് എന്താണെന്ന് വെച്ചാൽ, എല്ലാവരും വിചാരം ഡിപ്രഷൻ ഉള്ള ഒരാൾ ഇരുട്ട് റൂമിൽ കിടന്ന് ഭയങ്കര കരച്ചിലും ബഹളമാണെന്നാണ്. എന്നാൽ അങ്ങനെയല്ല. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ചിലർ ജോലിക്ക് പോകുമ്പം മൈൻഡ്ഫുൾ ആയിട്ടായിരിക്കത്തില്ല ജോലിക്ക് പോകുന്നത്. അടുത്ത മാസം EMI അടയ്ക്കണമല്ലോ, അടച്ചില്ലെങ്കിൽ പ്രശ്നമാകുമല്ലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ മൈൻഡ് ഭയങ്കര ഡള്ളായിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ ഇങ്ങനെയുള്ള ആൾക്കാർ സിനിമയ്ക്ക് പോകും. പക്ഷെ എന്നാൽ അവർക്ക് തോന്നിയിട്ടല്ല, എൻ്റെ ഫ്രണ്ട്സ് പോകുന്നു എന്നാൽ പിന്നെ ഞാനും പോകാം. പക്ഷെ മൂവിക്ക് പോയിരുന്നാലോ ആ മൂവി എൻജോയ് ചെയ്യാനോ നമുക്കൊന്നും ഫീൽ പോലും ചെയ്യില്ല. ഇതെന്നൊക്കെ പറയുമ്പോൾ ഡിപ്രഷന്റെ ഓരോരോ ചെറിയ ചെറിയ സൈനുകളാണ്. സോ പിന്നെ നമ്മുടെ ലൈഫിൽ ഓരോ ചെറിയ വിഷമങ്ങളൊക്കെ അനുഭവപ്പെടുമ്പോൾ അത് ഡിപ്രഷനായിട്ട് കണക്ക് കൂട്ടാതിരിക്കുക. നമ്മൾ അനലൈസ് ചെയ്യുക, ഇത് ഡിപ്രഷൻ ആണോ അതോ സാഡ്നെസ് ആണോ എന്നുള്ള അനലൈസ് ചെയ്യാം. പിന്നെ ഡിപ്രഷനെ ഓവർകം ചെയ്യാവുന്ന വീഡിയോ വേണമെങ്കിൽ കമന്റ് ചെയ്യുക. സോ ഞാൻ ആ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ചിലർ ഹാപ്പി ആയിട്ടിരിക്കുക. സോ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ.